നമസ്കാരം. എൻ്റെ പേര് സ്മിത തോമസ്, കൺസൾട്ടൻറ്റ് ഒപ്റ്റോമെട്രിസ്റ്റ്, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആരൊക്കെയാണോ ഒരു വർഷത്തിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ കണ്ണ് എങ്ങനെയൊക്കെയെന്ന് നമുക്കറിയാം, ഹെൽത്തി ആണോ എന്നതിനെ കുറിച്ചാണ്. ഞങ്ങൾ എപ്പോഴും അറിയുക, നമുക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, അതായത് ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് സ്റ്റിറോയിഡോ കഴിക്കുന്ന ഒരാൾ എന്തായാലും കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഷുഗറുള്ളവർക്ക് ഞരമ്പിനെ ബാധിക്കാറുണ്ട്. അതുമൂലം തന്നെ നമുക്കത് കാഴ്ചയെ സാരമായി തന്നെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ എപ്പോഴും അറിയേണ്ടത് ഒരു കാര്യം, നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ മരുന്നൊഴിച്ച് പരിശോധിച്ചാൽ മാത്രമേ ഏതൊരു അസുഖമാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതും ഏറ്റവും ആദ്യം അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. എത്രത്തോളം നമ്മൾ വൈകി അറിയുന്നോ അതിനനുസരിച്ച് നമ്മുടെ ചികിത്സ വൈകുകയും അതിൽ നമ്മുടെ കാഴ്ചയെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും അറിയുക, നമ്മളൊരു ഹെൽത്തിയായ ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ എന്തായാലും കണ്ണിൽ മരുന്നൊഴിച്ച് പരിശോധിക്കേണ്ടതാണ്. പിന്നീട് നിങ്ങളൊരു കണ്ണട വെച്ചിട്ടുണ്ട്, കുറച്ച് നാൾ കണ്ണട വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ലെൻസ് കുറച്ച് നാൾ വെച്ചിട്ടുണ്ട്, പിന്നീട് ഉപേക്ഷിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ണിൽ മരുന്നൊഴിച്ച് പരിശോധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇപ്പം ഫാമിലിയിൽ ആരെങ്കിലും സ്ഥിരമായിട്ട് കണ്ണട വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുട്ടികളിൽ അവർക്ക് ബോർഡ് കാണാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർക്ക് തലവേദന, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ പറയുന്നുണ്ടെങ്കിൽ അവരെന്തായാലും കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്കിപ്പം ചിലർക്ക് കണ്ണിലേക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് എന്തെങ്കിലും മെറ്റലിൻ്റെ പീസ് തെറിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇത് അലുമിനിയത്തിൻ്റെ എന്തെങ്കിലും കണ്ണിലേക്ക് തെറിക്കുക, പൊടി വീഴുക, അങ്ങനെയൊക്കെ ചെയ്ത് കണ്ണ് മുറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അതായത് മുന്നേ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളുണ്ടായവർ, അല്ലെങ്കിൽ കണ്ണിലേക്ക് എന്തെങ്കിലും കമ്പ് കുത്തി തെറിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ അപകടങ്ങളുണ്ടായവർ പിന്നീട് അവർക്ക് എന്തെങ്കിലും കാഴ്ചയ്ക്ക് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും കാഴ്ചയ്ക്ക് ഒരു വലിച്ചിൽ പോലെയോ വലവോ കിട്ടുന്ന പോലെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അവർ ഒരു നേത്രപരിശോധന നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.